ഹലോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒത്തിരി പേര് സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ ഓരോ ഫോട്ടോസ് ആണെങ്കിലും നമ്മുടെ ഓരോ വീഡിയോസിനാണെങ്കിലും ഓരോ ആൾക്കാർ കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നമ്മളവിടെ ഉണ്ടാകുന്ന ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ സംഗതി എന്താണെന്ന് വെച്ചാൽ പലർക്കും ചിലപ്പോൾ അറിയാത്ത കാര്യമായിരിക്കാം, അറിയുന്നവരുണ്ട് അറിയത്തില്ലാത്തവരും കാണും, എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അതെ, അറിയാത്തവരും ഉണ്ടാവും, ചിലപ്പോൾ അറിയുന്നവരും ഉണ്ടാവും. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് പലർക്കും ഇത് അറിയുമോ അറിയത്തില്ലയോ എന്നുള്ളത് അറിയാത്തത്. നമുക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒരു മോനുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ 2 വയസ്സ് പൂർത്തിയാവും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് 4 കൊല്ലം, അതായത് മെയ് മാസം 7-ാം തീയതി ആകുമ്പം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷം പൂർത്തിയാവുകയാണ്. ഞങ്ങളുടെ ഗബ്രൂട്ടന് ഇപ്പോൾ 2 വയസ്സാകാറായി. അപ്പോൾ ഇപ്പോഴും വരുന്ന കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നാളെ പോകുമെന്ന് കണ്ടറിയാം, അധികം നാൾ ഓടത്തില്ല, അവൻ്റെ ആവശ്യം കഴിയുമ്പോഴത്തേക്ക് അവനെ ഉപേക്ഷിച്ചോളും, പിന്നെ അവൻ റീച്ചിന് വേണ്ടി കെട്ടിയതാണ്, റീച്ച് കിട്ടിക്കഴിയുമ്പോൾ അവൻ ഉപേക്ഷിക്കും. ഈ 4 കൊല്ലമായിട്ടും ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത് മുന്നോട്ട്. എല്ലാ ഫാമിലിക്കിടയിലും ഉണ്ടാകുന്ന രീതിയിലുള്ള ചെറിയ വഴക്കും ഇണക്കങ്ങളൊക്കെ ഞങ്ങൾക്കിടയിലും ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് അബ്നോർമലായിട്ടുള്ള ഒന്നും ഞങ്ങൾക്കിടയിലില്ല. ഞങ്ങൾ അത്യാവശ്യം സന്തോഷത്തോടെ തന്നെയാണ് കഴിഞ്ഞു പോകുന്നത്. ഭാവിയിൽ എന്ത് നടക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സെയ്ദും ആര്യയൊക്കെ വിവാഹം കഴിച്ച സമയത്തും അവർക്കും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം എന്താ പറയുക, ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ ചിലപ്പോൾ ഞങ്ങളെയോ അല്ലെങ്കിൽ ഡോറേനെയോ അതല്ലെങ്കിൽ ആര്യനെയോ സെയ്ദിനെയോ അതുപോലെ എന്താ പറയുന്നത് എന്തെങ്കിലും ഒരു കുറ്റങ്ങളോ കുറവുകളോ ഉള്ളവരെയൊന്നും സപ്പോർട്ട് ചെയ്യാനോ ചിലപ്പോഴാണെങ്കിൽ എന്താ പറയുക അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാനൊന്നും സാധിക്കില്ലായിരിക്കും. നിങ്ങളെങ്ങനെ ആയിക്കോട്ടെ, നിങ്ങളൊന്നും ചെയ്തു തരണമെന്ന് പറയുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, അത് അങ്ങനെ ഉള്ള ആൾക്കാരെ, വിവാഹം കഴിക്കുന്ന ആൾക്കാരെ ആക്ഷേപിക്കല്, അങ്ങനെ ഉള്ളവരുടെ ശാരീരിക വൈകല്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുന്ന ഒരിക്കലും ശരിയായുള്ളൊരു പ്രവണതയല്ല. നിങ്ങളുടെ കുട്ടികളും അതായിരിക്കും കണ്ടു പഠിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കൾക്കോ ഇതുപോലൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്, അതേ ഈ രീതിയിലായിരിക്കും നിങ്ങളും ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം നേരെയാവുക, നമ്മൾ നേരെയായി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം നേരെയാവും. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നുമില്ല, പക്ഷേ എങ്കിലും ശരി തന്നെ അങ്ങനെ ആവാൻ ശ്രമിക്കുക. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ചെറിയ കാര്യം പറയാനായിട്ട് വന്നതാണ്. പിന്നെ നിങ്ങളെല്ലാവരും പറയുന്ന രീതിയിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഞങ്ങൾക്കിടയിലില്ല, ഞങ്ങൾ കാണുന്നില്ല. അവളിവിടെ എല്ലാ സ്ത്രീകളും ചെയ്യുന്നതൊക്കെ എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് നോക്കുകയും ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ ചിന്ത എങ്ങനെയാണ്, നിങ്ങളുടെ രീതികൾ എങ്ങനെയാണ്, നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണോ ഒന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ ലൈഫിലുള്ള കാര്യം ഇതാണ്.